ഹായ്, എസ്എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് ഒരു പുരുഷന് അവരുടെ റിലേഷൻഷിപ്പ് ബോറിംഗ് ആയിട്ട് തോന്നുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാകുമ്പോൾ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്ന സമയത്തൊക്കെ കുറച്ചൊക്കെ ബോറിംഗ് ആവാൻ തുടങ്ങുന്നത് എപ്പോൾ മുതലാണ്, ആ കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക മാത്രമല്ല, റിലേഷൻഷിപ്പിൽ അവർക്ക് ബോറിംഗ് ആയി തുടങ്ങി എന്നുണ്ടെങ്കിൽ അധിക കാലം ആ ബന്ധം നന്നായിട്ട് മുന്നോട്ട് പോവില്ല. സോ അവർക്ക് അതൊരു ബോറിംഗ് ആയി മാറാതിരിക്കാനായിട്ട് നിങ്ങൾ കൂടി ശ്രദ്ധിക്കാം. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, പെട്ടെന്നൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിനോട് അവർക്ക് വലിയ താല്പര്യം ഉണ്ടായിരിക്കില്ല. അതായത് അവർക്ക് ഇങ്ങനെ കുറച്ച് പുറകെ നടക്കണമെന്നൊന്നും പറയുന്നില്ല, എങ്കിലും വളരെ പെട്ടെന്ന് റിലേഷൻഷിപ്പിലാവുന്ന സ്ത്രീകളോട് അവർക്ക് വലിയ താല്പര്യം ഉണ്ടായിരിക്കണം എന്നില്ല എന്നുള്ളതാണ്. കുറച്ചൊക്കെ റിസ്ക് എടുത്തിട്ട് ആ ഒരു പെൺകുട്ടിയെ വളയ്ക്കുക, അല്ലെങ്കിൽ വളയ്ക്കുക എന്നുള്ളത് ഞാൻ നോർമലായിട്ട് പറഞ്ഞാണ്. അതായത് അവരെ റിലേഷൻഷിപ്പിലാക്കുക എന്നുള്ള രീതിയിലുള്ള ചിന്തകളൊക്കെയാണ് പൊതുവെ പുരുഷന്മാർക്ക്, ആൺകുട്ടികൾക്കൊക്കെ ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവാതിരിക്കുക. ജസ്റ്റ് ഒരു ഫ്രണ്ടായിട്ടൊക്കെ നിങ്ങൾക്ക് നിൽക്കാം, അതിനുശേഷം എല്ലാ റിലേഷൻഷിപ്പിലേക്ക് പോവാം. അപ്പോൾ പെട്ടെന്ന് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ചെറിയ രീതിയിലൊക്കെ അവർക്കൊരു ബോറിംഗ് ആയിട്ട് പതിയെ തോന്നി തുടങ്ങും എന്നുള്ളതാണ്. അതായത് ആളെ ഇങ്ങനെ മീൻസ് ആളെ പ്രണയിക്കാൻ, അല്ലെങ്കിൽ ആളെ നമ്മളെ പ്രണയിക്കാനായിട്ട് വലിയ രീതിയിലുള്ള സമയമൊന്നും എടുത്തിട്ടില്ല, വളരെ ഈസിയാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും വളയാനായിട്ട് ആൾ എളുപ്പമായിരിക്കുമല്ലോ, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ അവരുടെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. എല്ലാവരെയും എന്ന് പറയുന്നില്ല, ചില ആളുകളെങ്കിലും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു റിലേഷൻഷിപ്പിലേക്ക്, എല്ലാ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോവാതിരിക്കുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ടെക്സ്റ്റിംഗ് ടു മച്ച്, അതായത് ഒരുപാട് അവർക്ക് ടെക്സ്റ്റ് ചെയ്യുക, മെസ്സേജ് അയക്കുക എന്നുള്ളതാണ്. ഇതും അവർക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. ഇതും എല്ലാ പുരുഷന്മാരും എന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് പേർക്ക് അങ്ങനെ കുറച്ച് ചെറിയൊരു സ്വഭാവമൊക്കെ ഉണ്ട്. അതായത് ഇപ്പം അവരെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, വലിയ രീതിയിൽ ഒരുപാടൊന്നും സംസാരിക്കാത്ത ആളുകളാണ് പുരുഷന്മാർ. അവർക്ക് കുറച്ച് മാത്രമേ സംസാരിക്കാൻ ഉണ്ടാവുള്ളൂ. പക്ഷെ സ്ത്രീകൾ അങ്ങനെയല്ല. അവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെക്കാൾ അതിൻ്റെ ഇരട്ടിയിട്ട് സംസാരിക്കാനുണ്ട് സ്ത്രീകൾക്ക്. അത്രയും കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ സ്ത്രീകൾ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് മെസ്സേജ് അയക്കാം. നമുക്ക് പറയാനുള്ളതൊക്കെ വലിയ സ്റ്റോറി ആയിട്ട് നമ്മൾ മെസ്സേജ് അയക്കുക എന്നുള്ളതാണ്. അതൊന്നും അവർക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. നമ്മൾ ചുരുക്കി പറയുക, അങ്ങനെ ചെറിയ രീതിയിൽ സംസാരിക്കുക എന്നുള്ളതാണ് അവർക്ക് ഇഷ്ടമുള്ളത്. ഒരുപാടൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ അവർക്കത് ഭയങ്കര ഒരു ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അത് ആ റിലേഷൻഷിപ്പിനോടും അങ്ങനെ ആ ഒരു ബോറടി അവർക്ക് തോന്നി തുടങ്ങും എന്നുള്ളതാണ്. സോ ഒരുപാട് ടെക്സ്റ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടൊക്കെ അയക്കാതിരിക്കുക. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഓവർ പൊസസീവായിട്ട് മാറുന്നതാണ്. പൊസസീവായിട്ട് മാറുക എന്ന് പറയുമ്പോൾ അത് നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. നോർമലായിട്ടാണെങ്കിൽ പ്രശ്നമില്ല. അതായത് നമുക്ക് ചെറിയ രീതിയിലൊക്കെ നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരു പുരുഷൻ മറ്റൊരു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു സ്വാർത്ഥതയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ കുഞ്ഞു രീതിയിലുള്ള അസൂയൊക്കെ നമുക്ക് വരാം, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ അത് ഓവറായി കഴിഞ്ഞാൽ അവർക്കത് വലിയ രീതിയിൽ ഇഷ്ടപ്പെടണമെന്നില്ല. ബിക്കോസ് അവർക്ക് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. സോ അവർക്ക് സംസാരിക്കണം തോന്നുന്ന ആളുകളോട് സംസാരിക്കാൻ കഴിയണം, അവരുമായിട്ട് ഇടപഴകാൻ കഴിയണം. അപ്പോൾ അതിനൊക്കെ നമ്മൾ തടസ്സമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ അങ്ങോട്ട് അടക്കി പിടിക്കാൻ നോക്കും. ഒന്നിനും അവരെ അതായത് അവരുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് പോകാൻ സമ്മതിക്കാതെ നിയന്ത്രിച്ച് നിർത്തും എന്നുള്ളതാണ്. അത് അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് ഫ്രീഡം ആണ് വേണ്ടത്. അതുകൊണ്ട് ഓവർ പൊസസീവായിട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് തീരെ ഇഷ്ടപ്പെടണം എന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഭയങ്കര സെൻസിറ്റീവ് ആണെന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്. അതായത് കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് സങ്കടം വരുന്ന ഭയങ്കര ഇമോഷണൽ ആവുന്ന സ്ത്രീകളുണ്ട്. ഇങ്ങനെയുള്ളവരോട് അവർക്ക് തീരെ താല്പര്യം ഉണ്ടാവില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ചില സ്ത്രീകളുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മൾ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ലേഡി ആണെന്നുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് ഭയങ്കര ഇഷ്ടമാവും, ഇങ്ങനെ സെൻസിറ്റീവ് ആയിട്ടുള്ളവരെയാണ് ഇഷ്ടം എന്നുള്ളത്. നോർമലി അങ്ങനെ ചെറിയ രീതിയിലൊക്കെ പെട്ടെന്നൊരു കാര്യം കേൾക്കുമ്പോൾ സങ്കടം വരിക എന്നൊക്കെ പറയുന്നത് ഓക്കെ, അത് നമുക്ക് സ്വാഭാവികമാണെന്ന് വിചാരിക്കാം. പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും ഇത്തരത്തിൽ കരച്ചിൽ മാത്രമാണ്, പരാതി പറയൽ മാത്രമാണ്. ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് തീരെ ഇഷ്ടപ്പെടില്ല. കുറച്ചൊക്കെ ബോൾഡായിട്ടിരിക്കുന്നവരെയാണ് പുരുഷന്മാർക്ക് ഇഷ്ടമുള്ളത്. അതുകൊണ്ട് ഓവർ സെൻസിറ്റീവ് ആയിട്ട് നിങ്ങൾ ഒരിക്കലും അവരുടെ മുമ്പിൽ കാണിക്കാതിരിക്കുക. കുറച്ചൊക്കെ ബോൾഡായിട്ടുള്ള കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ലേഡി ആയിട്ട് തന്നെ നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള സ്ത്രീകളോടാണ് പുരുഷന്മാർക്ക് ഇഷ്ടവും താല്പര്യവും ഒക്കെ ഉണ്ടാവുള്ളൂ. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് കൂടുതൽ അവൈലബിൾ ആവുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സ്ത്രീകളെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ചിന്തിക്കാനുള്ളത് നമ്മൾ സ്നേഹിക്കുന്ന ആളെക്കുറിച്ച്, ഭാവി ജീവിതത്തെക്കുറിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ അങ്ങനെ ചിന്തിക്കാറുള്ളത്. എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. പക്ഷെ പുരുഷന്മാർ അങ്ങനെയല്ല. അവര് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ, അതായത് വീട്ടിലിരിക്കുന്ന സമയത്ത് ഫ്രീ ആയിരിക്കുമ്പോഴൊക്കെ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ വീട്ടിൽ നിന്ന് ജോലിക്ക് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ ആ ജോലിയുടെ കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കുന്നുണ്ടാവുക. അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ. പിന്നെ തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോഴാണ് നമ്മളുടെ കാര്യങ്ങൾ അവർ ചിന്തിക്കുന്നുണ്ടാവുക. ഇടയിലൊക്കെ ആലോചിക്കുന്നുണ്ടാവും, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കില്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ എപ്പോഴും ഫോക്കസ് ചെയ്യാൻ കഴിയുള്ളൂ. രണ്ടിൽ കൂടുതൽ കാര്യങ്ങളും എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാനോ അങ്ങനെ അത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനുള്ള കഴിവൊന്നും പുരുഷന്മാർക്കില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അതിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ നമ്മളെപ്പോഴും അവരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അതാണ് അത് വലിയൊരു നെഗറ്റീവ് ആണെന്ന് പറയുന്നില്ല, അതങ്ങനെയാണ്, സ്ത്രീകൾ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക, എപ്പോഴും അവൈലബിൾ ആയിരിക്കും. കാരണം നമ്മൾ അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ അവർക്ക് മെസ്സേജ് അയക്കും, അവരെ വിളിക്കും, അവരിങ്ങോട്ട് മെസ്സേജ് അയച്ചാൽ അപ്പം തന്നെ റിപ്ലൈ കൊടുക്കും, ഇങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ അവരങ്ങനെ ആവണമെന്നില്ല. നമ്മൾ അവർക്കൊരു മെസ്സേജ് അയച്ചാൽ ചിലപ്പോൾ കുറേ സമയം കഴിഞ്ഞിട്ടായിരിക്കും അവർ നോക്കുന്നുണ്ടാവുക, മെസ്സേജിന് റിപ്ലൈ തരുന്നുണ്ടാവുക. അപ്പോൾ അവർ വലിയ രീതിയിൽ അവൈലബിൾ ആവില്ല, നമ്മളെപ്പോഴും അവൈലബിൾ ആവും. ഇത്തരത്തിൽ ഒരുപാട് അവൈലബിൾ ആയി കഴിഞ്ഞാൽ അത് ആദ്യമൊക്കെ അവർക്ക് ചിലപ്പോൾ ഇഷ്ടം ഉണ്ടായിരിക്കാം, അതായത് ഇങ്ങനെ നമുക്ക് ഇഷ്ടം കൂടുതലുകൊണ്ടാണെന്നൊക്കെ വിചാരിക്കും. പോകെ അത് അവർക്ക് അയ്യോ ഇത് എപ്പോഴും ഞാൻ എപ്പോൾ മെസ്സേജ് അയച്ചാലും റിപ്ലൈ തരുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഞാൻ ഇപ്പോൾ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വരുന്നുണ്ടല്ലോ, ഇങ്ങനെയുള്ള രീതിയിൽ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. സോ അങ്ങനെ അവൈലബിൾ ആവും തോറും നമ്മുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളോടുള്ള സ്നേഹം കുറയും എന്നുള്ളത് ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ല. സോ ഒരുപാട് അവൈലബിൾ ആവാതിരിക്കും. ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരെ ഭരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ അവരെ ഭരിക്കുന്നുണ്ടെങ്കിൽ അവർക്കത് തീരെ ഇഷ്ടമാവില്ല എന്നുള്ളത് മനസ്സിലാക്കാം. ചില സ്ത്രീകൾ അങ്ങനെയുണ്ട്. ഇപ്പോൾ ഒരു പ്രണയ ജീവിതത്തിലാണെങ്കിലും ആഫ്റ്റർ മാരേജ് ആണെന്നുണ്ടെങ്കിലും ഭരണം കൊണ്ടുവരും. അതായത് അവരുടെ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ ഭരിക്കാൻ തുടങ്ങും. അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അവർക്ക് തീരെ ഇഷ്ടമല്ല. ഇപ്പോൾ ഈ പുരുഷാധിപത്യം എന്നുള്ളതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ എന്നാൽ പോലും പുരുഷന്മാരുടെ മനസ്സിൽ അങ്ങനെ കുഞ്ഞു രീതിയിലെങ്കിലും അങ്ങനെ ഒരു ചിന്ത ഉണ്ട്. അതായത് അവർ ആണ് സ്ത്രീകളെക്കാൾ ഒരു പടി മുകളിൽ എന്നുള്ളൊരു ചിന്ത ഉണ്ട്. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, അത് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് നോർമലി അവരുടെ മനസ്സിലുണ്ടാവുന്നൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനേക്കാൾ മുകളിൽ കയറിയിരിക്കുക, അല്ലെങ്കിൽ അതിനെ നമ്മൾ ചവിട്ടി താഴ്ത്തുക എന്ന് പറയുന്നത് വളരെ മോശമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ നീ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അവിടെ പോരുത്, ഇവിടെ പോരുത്, എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അവരോട് ഇങ്ങനെ ഇപ്പോഴും വഴക്കിടുന്നുണ്ടെങ്കിൽ അത് തീരെ അവർക്ക് ഇഷ്ടപ്പെടില്ല. അവരെ നിയന്ത്രിച്ച് ഭരിച്ചു നിർത്തുന്നത് ഒരിക്കലും ഒരു നല്ല സ്വഭാവമാണെന്ന് ഞാൻ പറയൂല. അത് അവർക്ക് ഇഷ്ടപ്പെടണം എന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ ഭരിക്കാതിരിക്കുക. നിങ്ങൾക്ക് നോർമലി അവരോട് പറയാം, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അവരോട് പറയാം. അതല്ലാതെ ഭരണമായിട്ട് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഇനിയിപ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്തു തരാനാണെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. അത് നോർമലി നമ്മൾ എല്ലാ ആളുകളോടും റിക്വസ്റ്റ് ചെയ്യുന്നല്ലേ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കാം. അതാണ് ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത്. ഒരു രീതിയിലും അവർക്ക് നമ്മളോട് ദേഷ്യം ഉണ്ടാവാതെ നമുക്ക് നമ്മുടെ ആവശ്യം നടക്കുകയും വേണം, എന്നാൽ അവർക്ക് നമ്മളോട് ദേഷ്യം ഉണ്ടാവാതിരിക്കും വേണം. സോ റിക്വസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല വഴി. അപ്പോൾ നിങ്ങൾ അവരോട് റിക്വസ്റ്റ് ചെയ്യും, ഇതൊന്ന് ചെയ്തു തരുമോ എന്നുള്ള രീതിയിൽ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. അത് മോശമുള്ള കാര്യമൊന്നുമല്ലോ. അതുകൊണ്ട് തന്നെ ഭരിക്കാതിരിക്കുക. അങ്ങനെ ഭരണം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് തീരെ ഇഷ്ടമാവില്ല. അവർ ഏറ്റവും കൂടുതൽ അലട്ടുന്നുണ്ടാവുക ഈ ഭരണമായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പുരുഷന്മാർക്ക് ഇഷ്ടമില്ലാത്തത്. ഇങ്ങനെയൊക്കെ നിങ്ങൾ പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് ആ റിലേഷൻഷിപ്പ് ബോറിംഗ് ആയിട്ട് തോന്നുകയും എത്രയും പെട്ടെന്ന് അതൊന്ന് പുറത്തോട്ട് കിടക്കണം എന്നായിരിക്കും അവർ വിചാരിക്കേണ്ടാവുക. സോ അങ്ങനെ ആകുമ്പോൾ റിലേഷൻഷിപ്പ് അവസാനിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊന്നും നിങ്ങൾ പെരുമാറാതിരിക്കുക. കുറച്ചുകൂടി നല്ല രീതിയിൽ അവരെ മനസ്സിലാക്കി അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ പെരുമാറാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എല്ലാവരുടെയും റിലേഷൻഷിപ്പ് നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് കഴിയട്ടെ. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പായിട്ട് മാറ്റിയെടുക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്